होने लगा हूँ मैं। खामोश तेरी आंखें ये बोले, चुपके से मुझे बाहों में भर ले। अब जो मिली है जाने न दूंगा मैं। तुझसे जुड़ा है हर वास्ता, तू लाज़मी है दिल की ज़मीं पे। तेरी खुशी में सारा जहां, मेरा जो हाल है तेरा भी हूबहू। क्या कहूँ वो जाने जाना, दिल कहाँ खो गया तेरा ही हो गया। क्या करूँ वो जाने जाना। तेरे बिन न माने मेरा ये जिया, इसे क्या हुआ तू ही समझाना। तेरे बिन सुनी सुनी रात है, तन्हा हुई आके बहलाना। भी बातें करने लगा हूँ, धीरे धीरे आगे बढ़ने लगा हूँ। हौले हौले तेरा होने लगा हूँ मैं। खामोश तेरी आंखें ये बोले, चुपके से मुझे बाहों में भर ले। अब जो मिली है जाने न दूंगा मैं। അത്യുന്നതങ്ങളിൽ ദൈവത്തിന്റെ സ്തുതി. Good job.
പ്രാർത്ഥിക്കാം. സമാധാനം നമ്മളുടെ സർവശക്തനും കാരുണ്യവാനായ ദൈവമേ, ഞങ്ങൾ അങ്ങയെ ആരാധിക്കുന്നു, ഞങ്ങൾ അങ്ങയെ മഹത്വപ്പെടുത്തുന്നു. അങ്ങ് ഞങ്ങൾക്ക് പ്രത്യേകമായി ഈ കുടുംബത്തിൽ നൽകിക്കൊണ്ടിരിക്കുന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും ഞങ്ങൾ നന്ദി പറയുന്നു. ഞങ്ങളുടെ മകനെ അങ്ങ് വിവാഹാന്തസ്ലേക്ക് ഉയർത്തുകയാണല്ലോ. ഇവന്റെ ജീവിതത്തിന് ഇന്ന് വരെ അങ്ങ് ചൊരിഞ്ഞ കാരുണ്യത്തെ ഞങ്ങൾ സ്മരിക്കുന്നു. അങ്ങയുടെ കൃപാവരം ഈ ഭവനത്തിനും പ്രത്യേകമായി ഞങ്ങളുടെ മകനും ലഭിക്കുവാനിടയാക്കണമേ. നാളത്തെ ദിവസത്തെ ഞങ്ങൾ അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു. നല്ല ഒരുക്കത്തോട് യോഗ്യതയോടെ കൂടെ അങ്ങയുടെ സന്നിധിയിൽ വ്യാപരിക്കുവാൻ അങ്ങയുടെ ഈ ദാസനെ സഹായിക്കണമേ. അതുവഴി കാനായിലെ ഭവനത്തിലെ പോലെ അങ്ങയുടെ മഹത്വം ഞങ്ങളുടെ ഭവനത്തിലും പ്രകടമാകാനിടയാകണമേ. സകലത്തിന്റെയും നാഥ എന്നേക്കും. കർത്താവിന് കൃതജ്ഞത അർപ്പിക്കുവിൻ, അവിടുത്തെ നാമം വിളിച്ചപേക്ഷിക്കുകയും ചെയ്യുവേൻ. അവിടുത്തെ പാടിപ്പുകഴ്ത്തുവിൻ, അവിടുത്തെ അത്ഭുത കൃത്യങ്ങൾ വർണ്ണിക്കുവേൻ. അവിടുത്തെ വിശുദ്ധ നാമത്തിൽ അഭിമാനം കൊള്ളുവിൻ. കർത്താവിനെ അന്വേഷിക്കുന്നവരുടെ ഹൃദയം ആഹ്ലാദിക്കട്ടെ. കർത്താവിനെ അവിടുത്തെ ബലത്തെ അന്വേഷിക്കുവിൻ, നിരന്തരം അവിടുത്തെ സാന്നിധ്യം തേടുവിൻ. കർത്താവിന്റെ ദാസരായ അബ്രാഹത്തിന്റെ സന്തതികളെ, തിരഞ്ഞെടുക്കപ്പെട്ട യാക്കോബിന്റെ മക്കളെ നിങ്ങൾ എല്ലാവരും ശ്രദ്ധിക്കുവിൻ. അവിടുന്നാണ് നമ്മുടെ ദൈവമായ കർത്താവ്. അവിടുത്തെ ന്യായവിധികൾ ഭൂമിക്ക് മുഴുവൻ ബാധകമാകുന്നു. അബ്രാഹത്തോട് ചെയ്ത ഉടമ്പടിയും ഇസ്ഹാക്കോട് ചെയ്ത ശപഥവും അവിടുന്ന് മറന്നുപോയിട്ടില്ല. അങ്ങയുടെ സഭയിൽ അംഗമാകുവാനും കത്തോലിക്ക വിശ്വാസം ഏറ്റുപറഞ്ഞ് സഭാജീവിതം നയിക്കുവാനും ഞങ്ങൾക്കിടയാക്കിയ അങ്ങയുടെ അനന്ത പരിപാലനെ ഞങ്ങൾ നിരന്തരം സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യട്ടെ. എന്തുകൊണ്ടെന്നാൽ അവിടുന്ന് എല്ലാറ്റിൻ്റെയും സുഖമാകുന്നു, സ്ഥലത്തിൻ്റെയും നാഥ എന്നേക്കും. ലോകത്തിന്റെ പ്രകാശമായി വിശുക കുടുംബജീവിതം ആരംഭിക്കുന്ന തന്റെ ദാസർക്ക് മാർഗദീപവും വഴികാട്ടിയുമാകട്ടെ. കർത്താവേ, നിന്നെ വണങ്ങി നമിക്കുന്നു. ഈശോനാഥ, വിനയമോടെ നിന്നെ നമിച്ചു പുകഴ്ത്തുന്നു. മർത്യനു നിത്യമഹോന്നതമാം ഉദ്ധാനം നീ അരുളുന്നു. അക്ഷയം അവരുടെ ആത്മാവിൻ ഉത്തമ രക്ഷയുമേകുന്നു. പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. ആരാധനയെ സമർപ്പിക്കുവാൻ കടപ്പെട്ടവരാകുന്നു സകലത്തിന്റെ നാഥ എന്നേക്കും. ശബ്ദമുയർത്തി പാടിടുവിൻ, സർവരും ഒന്നായി പാടിടുവിൻ. എന്നെന്നും ജീവിക്കും സർവേശ്വരനെ വാഴ്ത്തിടുവിൻ. പരിപാവനാം സർവേശ, പരിപാവനാം ബലവാനേ, പരിപാവനാം അമർത്യനേ, നിൻ കൃപ ഞങ്ങൾക്ക് കേൾക്കണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. വിശുദ്ധരിൽ സംപ്രീതനായി വസിക്കുന്ന പരിശുദ്ധനും സ്തുത്യർഹനും ബലവാനും അമർത്യനുമായ കർത്താവേ, അങ്ങയുടെ സ്വഭാവത്തിനൊത്ത വിധം എപ്പോഴും ഞങ്ങളെ കടാക്ഷിക്കുകയും അനുഗ്രഹിക്കുകയും ഞങ്ങളോട് കരുണ കാണിക്കുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. ഞങ്ങളുടെ ദൈവമായ കർത്താവേ, അങ്ങയുടെ ജീവദായകവും ദൈവികവുമായ കൽപ്പനകളുടെ മധുരസ്വരം ശ്രവിക്കുന്നതിനും ഗ്രഹിക്കുന്നതിനും ഞങ്ങളുടെ ബുദ്ധിയെ പ്രകാശിപ്പിക്കണമേ. അതുവഴി ആത്മശരീരങ്ങൾക്ക് ഉപകരിക്കുന്ന സ്നേഹവും ശരണവും രക്ഷയും ഞങ്ങളിൽ ഫലമണിയുന്നതിനും നിരന്തരം ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നതിനും അങ്ങയുടെ കാരുണ്യത്താലും അനുഗ്രഹത്താലും ഞങ്ങളെ സഹായിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. എൻ്റെ സഹോദരനെ, വിശുദ്ധ പൗലോസ്ലീഹ എഫേസോസിലെ സഭയ്ക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായം 22 മുതൽ 31 വരെയുള്ള വിശുദ്ധാദിനെ അനുഗ്രഹിക്കട്ടെ. ഭാര്യമാരെ, നിങ്ങൾ കർത്താവിനെന്ന പോലെ ഭർത്താക്കന്മാർക്ക് വിധേയരായിരിക്കുവിൻ. എന്തെന്നാൽ ക്രിസ്തു തൻ്റെ ശരീരമായ സഭയുടെ ശിരസ്സായിരിക്കുന്നത് പോലെ ഭർത്താവ് ഭാര്യയുടെ ശിരസ്സാണ്.
ക്രിസ്തു തന്നെയാണ് ശരീരത്തിൻ്റെ രക്ഷകനും സഭ ക്രിസ്തുവിന് വിധേയനായിരിക്കുന്നത് പോലെ ഭാര്യമാർ എല്ലാ കാര്യങ്ങളിലും ഭർത്താക്കന്മാർക്ക് വിധേയരായിരിക്കണം. ഭർത്താക്കന്മാരെ ക്രിസ്തു സഭയെ സ്നേഹിക്കുകയും അവളെ വിശദീകരിക്കാൻ വേണ്ടി തന്നെ സമർപ്പിക്കുകയും ചെയ്തതുപോലെ നിങ്ങൾ ഭാര്യമാരെ സ്നേഹിക്കണം. അവൻ സഭയെ വിശദീകരിക്കുന്നതിന് ജലം കൊണ്ട് കഴുകി വചനത്താൽ വെണ്മയുള്ളതാക്കി. ഇത് അവിടെ കറയോ ചുളിവോ മറ്റു കുറവുകളോ ഇല്ലാത്ത മഹത്വപൂർണ്ണമായി തനിക്ക് തന്നെ പ്രതിഷ്ഠിക്കുന്നതിനും അവർ കളങ്കരഹിതരും പരിശുദ്ധിയുമായിരിക്കുന്നതിനും വേണ്ടിയാണ്. അതുപോലെ തന്നെ ഭർത്താക്കന്മാർ ഭാര്യമാരെ സ്വന്തം ശരീരത്തെ എന്ന പോലെ സ്നേഹിക്കണം. ഭാര്യയെ സ്നേഹിക്കുന്നവൻ തന്നെയാണ് സ്നേഹിക്കുന്നത്. ആരും ഒരിക്കലും സ്വന്തം ശരീരത്തെ വെറുക്കുന്നില്ലല്ലോ. ക്രിസ്തു സഭയെ എന്ന പോലെ അവൻ അതിനെ പരിപോഷിപ്പിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. എന്തെന്നാൽ നാം അവൻ്റെ ശരീരത്തിൻ്റെ അവയവങ്ങളാണ്. ഇക്കാരണത്താൽ പുരുഷൻ പിതാവിനെയും മാതാവിനെയും വിട്ട് ഭാര്യയോട് ചേരും. ശ്രദ്ധാപൂർവം നിന്ന് പരിശുദ്ധ സുവിശേഷം ശ്രമിക്കാം. സമാധാനം നിങ്ങളോട് കൂടെ. യോഹന്നാൻ അറിയിച്ച നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം 15-ാം അധ്യായം 9 മുതലുള്ള വാക്യങ്ങൾ. പിതാവ് എന്നെ സ്നേഹിച്ചതുപോലെ ഞാൻ നിങ്ങളെ സ്നേഹിച്ചു. നിങ്ങൾ എൻ്റെ സ്നേഹത്തിൽ നിലനിൽക്കുവിൻ. ഞാൻ എൻ്റെ പിതാവിൻ്റെ കൽപ്പനകൾ പാലിച്ച് അവിടുത്തെ സ്നേഹത്തിൽ നിലനിൽക്കുന്നത് പോലെ നിങ്ങൾ എൻ്റെ കൽപ്പനകൾ പാലിച്ചാൽ എൻ്റെ സ്നേഹത്തിൽ നിലനിൽക്കും. ഇത് ഞാൻ നിങ്ങളോട് പറഞ്ഞത് എൻ്റെ സന്തോഷം നിങ്ങളിൽ കുടികൊള്ളാനും നിങ്ങളുടെ സന്തോഷം പൂർണ്ണമാകാനും വേണ്ടിയാണ്. ഇതാണ് എൻ്റെ കൽപ്പന, ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങൾ പരസ്പരം സ്നേഹിക്കണം. സ്നേഹിതർക്ക് വേണ്ടി ജീവൻ അർപ്പിക്കുന്നതിനേക്കാൾ വലിയ സ്നേഹമില്ല. നമുക്കെല്ലാവർക്കും സന്തോഷത്തോടെ ഉത്സാഹത്തോടെ കൂടാമെന്ന് കർത്താവെ, വിവാഹാന്തസ്സിൽ പ്രവേശിക്കുന്ന അങ്ങയുടെ ദാസന്റെ മേൽ കൃപയുണ്ടാകണമേ എന്ന് പ്രാർത്ഥിക്കാം. കൃപയുണ്ടാകണമേ. ദാമ്പത്യ സ്നേഹത്തിന്റെ സമൃദ്ധിയിലും പരസ്പരമുള്ള വിശ്വാസത്തിലും ഐക്യത്തിലും എന്നും നിലനിൽക്കുവാൻ ഇവരെ അനുഗ്രഹിക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നയിച്ച് ദൈവപ്രമാണങ്ങളും തിരുസഭയുടെ കൽപ്പനകളും പാലിച്ച് യഥാർത്ഥമായ ക്രിസ്തീയ ജീവിതം നയിക്കുവാൻ ഇവർക്കിടയാക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. വസ്ത്രത്തിലെ തിരുസംഭവം പോലെ നാളെ കുടുംബജീവിതം ആരംഭിക്കുന്ന ഞങ്ങളുടെ മകനെയും കുടുംബത്തെയും അനുഗ്രഹിക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈ മംഗളകർമ്മത്തിൽ പങ്കെടുക്കുന്ന എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്കെല്ലാവർക്കും നമ്മയും നാം ഓരോരുത്തരെയും പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സമർപ്പിക്കാം. പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. നമുക്കെല്ലാവർക്കും സന്തോഷത്തിനും പ്രത്യാശയോടും കൂടി തിരുക്കുടുംബത്തിന്റെ പാലകനായ മാർ യോസേഫ് പിതാവിന്റെയും നമ്മുടെ അമ്മയായ പരിശുദ്ധ കന്യാമറിയത്തിന്റെയും പ്രത്യേക മാധ്യസ്ഥ്യം അപേക്ഷിച്ചുകൊണ്ട് ദൈവമാതാവിന്റെ സ്തുതിക്കായിട്ട് ജപമാലയിലെ ഒരു രഹസ്യം ചൊല്ലി നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ കർത്താവായ ഈശോ മിശിഹാ കാനായിൽ പരിശുദ്ധ കന്യാമറിയത്തിന്റെ മധ്യസ്ഥതയിൽ വെള്ളം വീഞ്ഞാക്കി തന്റെ മഹത്വം വെളിപ്പെടുത്തുന്നതിന് ഓർത്ത് ധ്യാനിക്കാം. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ും
ഞങ്ങളുടെ കർത്താവായ ദൈവമേ, പരിശുദ്ധ കന്യാമറിയത്തെ ഞങ്ങൾക്ക് അമ്മയായി നൽകിയല്ലോ. കാനായിലെ വിവാഹ വീട്ടിൽ പരിശുദ്ധ അമ്മയുടെ പ്രത്യേക സഹായം ലഭിക്കാനിടയായതുപോലെ പരിശുദ്ധ കന്യാമറിയത്തിന്റെ തിരുക്കുടുംബത്തിന്റെ പാലകനായ മാർയോസേപ്പ് പിതാവിന്റെയും സജീവമായ പ്രാർത്ഥന സഹായം ഈ കുടുംബത്തിന് വിശേഷിച്ച് നാളെ വിവാഹ അന്തസ്സിലേക്ക് പ്രവേശിക്കുന്ന ഈ മക്കൾക്കും ലഭിക്കുവാനിടയാകണമേ. പ്രാർത്ഥനയിലും സുഹൃദാനുഷ്ഠാനങ്ങളിലും ദൈവഭക്തിയിലും വിശുദ്ധരുടെ മധ്യസ്ഥതയിലും കാവൽ മാലാഖമാരുടെ സംരക്ഷണത്തിലും ഈ ഭവനം വളരുവാനും നിലനിൽക്കുവാനും ഇടയാക്കണമേ. സകലത്തിന്റെയും നാഥ എന്നേക്കും. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ഞങ്ങളുടെ പിതാവായ മാർത്തോമാശ്ലീഹായുടെയും സകല വിശുദ്ധരുടെയും വിശുദ്ധ അൽഫോൻസാമ്മയുടെയും ഞങ്ങളുടെ സഭയിലെ വാഴ്ത്തപ്പെട്ടവരുടെയും പ്രത്യേകമായ പ്രാർത്ഥനാ സഹായം നാളെ വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിക്കുന്ന ഈ മകന്റെ മേലുണ്ടാകുമാറാകട്ടെ. ഇവന്റെ നാമഖേദികനായ മിസ്റ്റർ ഗീവറീസിന്റെയും ഞങ്ങളുടെ ഇടവ മധ്യസ്ഥനായ തിരുഹൃദയത്തിന്റെ പ്രത്യേക സഹായം ഇവരുടെ കൂടെ ഉണ്ടായിരിക്കട്ടെ. കാലത്തിന്റെയും നാഥ എന്നേക്കും. കർത്താവായ ദൈവമേ, ഞങ്ങളുടെ കുടുംബത്തിൽ നിന്ന് അങ്ങയുടെ നാമത്തിൽ മരണം പോലെ വേർപിരിഞ്ഞുപോയ എല്ലാവരെയും ഞങ്ങൾ ഈ സമയം അനുസ്മരിക്കുന്നു. അവരിലൂടെ അങ്ങ് ഈ കുടുംബത്തിൽ നൽകിയ എല്ലാ അനുഗ്രഹങ്ങളെയും ഓർത്ത് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. ഞങ്ങളുടെ പ്രിയപ്പെട്ടവരുടെ കടങ്ങളും പാപങ്ങളും ഓർത്ത് അവരെ നിത്യഭാഗ്യത്തിന് അർഹരാക്കണമേ. സാരത്തിന്റെയും നാഥ എന്നേക്കും. സർവശക്തനായ ദൈവമേ, അങ്ങയുടെ ദാസന്റെ മേൽ കരുണയായിരിക്കണമേ. അവിടുത്തെ പദ്ധതി അനുസരിച്ച് വിവാഹാന്തസ്സിലേക്ക് പ്രവേശിക്കുന്ന ഈ മകനെ എന്നും എന്റെ ഇഷ്ടമനുസരിച്ച് സ്നേഹത്തിലും സന്തോഷത്തിലും പരസ്പര വിശ്വാസത്തിലും നിനക്ക് പ്രീതികരമായി ജീവിക്കുവാൻ അനുഗ്രഹിക്കണമേ. ജീവിതത്തിലെ എല്ലാ അവസരങ്ങളിലും അങ്ങയുടെ കൃപ സ്വീകരിച്ച് ജീവിക്കുവാനും പ്രതിസന്ധികളിൽ അങ്ങയെ ആശ്രയിക്കുവാനും കുടുംബത്തിനും സഭയ്ക്കും സമൂഹത്തിനും അനുഗ്രഹകരമായ ജീവിതം വഴി അങ്ങയെ പ്രസാദിപ്പിക്കുവാനും ഇവന് ഇടയാകട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ദൈവമേ, അനുദിനം ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം എനിക്ക് പരിപാലിക്കുന്നതിനായ കർത്താവേ, സന്തോഷകരമായ കുടുംബജീവിതം വഴി ഞങ്ങളുടെ ഈ ദാസൻ അങ്ങയെ മഹത്വപ്പെടുത്തുവാനിടയാകണമേ. ഇവന്റെ ജീവിതം അങ്ങ് സന്തോഷപ്രദമാക്കുന്നു എന്നതിൻ്റെ അടയാളമായി ഞങ്ങൾ സമർപ്പിച്ചിരിക്കുന്ന ഈ മധുരഫലകാരത്തെ ആശീർവദിക്കണമേ. ഇതിൻ്റെ മധുരം പോലെ ഇവന്റെ കുടുംബജീവിതം മധുരതരമാക്കുവാൻ
അങ്ങ് തന്നെ ഇവരുടെ കൂടെ വസിക്കണമേ. അങ്ങയുടെ സ്നേഹം അനുഭവിച്ചറിഞ്ഞുകൊണ്ട് ഉത്തമ സ്നേഹജീവിതം നയിക്കുവാൻ ഇവനെ അനുഗ്രഹിക്കണമേ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ഈ മധുരപ്രകാരം ആശീർവദിക്കപ്പെടട്ടെ. ആമേൻ. ചക്കരം മധുരം വെക്കുന്ന ചടങ്ങാണ് ആരംഭിക്കുന്നത്. മധുരം വെക്കട്ടെ, മധുരം വെക്കട്ടെ, മണവാളനും മധുരം വെക്കട്ടെ.